ഹലോ, അപ്പം ഇതാ ആകെ ചോറ് മാത്രം ഉച്ചക്ക് വെച്ചിട്ടുള്ളൂ കേട്ടോ. കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടില്ലെന്ന്. അപ്പോൾ കൂട്ടാൻ വെക്കാൻ എന്താ വെക്കാന്നിങ്ങനെ ആലോചിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ആകെ കൂട്ടാൻ വെക്കാനുള്ളത് വീട്ടിൽ കുറച്ച് മുട്ടയും ഒരു പപ്പട പാക്കറ്റും പിന്നെ കുറച്ച് കടലയാണല്ലോ കേട്ടോ. ഇതാണ് കേട്ടോ കടല. അപ്പോൾ കുറച്ച് കടലയുണ്ട്. അപ്പോൾ കടല കുക്കറിൽ വെറും ഉപ്പും മുളകും ഇട്ടുങ്ങാണ്ട് വേവിച്ച് അങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ടുങ്ങാണ്ട് വഴറ്റിയെടുക്കാൻ കരുതി. പപ്പടം കൊണ്ടൊരു താളിപ്പ് ഉണ്ടാക്കാൻ കരുതി. മുട്ടയും പൊരിക്കാമെന്ന് കരുതിട്ടോ. അപ്പം ഞാനിൻ്റെ ഇതൊക്കെ ആയിട്ടില്ല. ലാസ്റ്റ് ലുക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ എൻ്റെ കുറച്ച് നേരത്തെ അടുക്കളയിലെ പരിശ്രമത്തിനൊടുവിൽ എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ള പാത്രം എടുത്തു. ഇതിലേക്ക് ഇതാ കുറച്ച് ചോറിട്ടു. താൽക്കാലികമായി തട്ടിക്കൂട്ടുണ്ടാക്കിയ കൂട്ടാനൊക്കെയാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ കടല ഇട്ടു. കടലയൊക്കെ ഞാൻ വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കടലയാണ്. പിന്നെ ഞാനിതാ അച്ചാറിട്ടു കേട്ടോ. അച്ചാർ പീടിയിൽ നിന്ന് വാങ്ങിക്കൊടുന്നാണ് ഞാൻ ഉണ്ടാക്കിയതല്ല. എനിക്കങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ ഞാനിതാ ചോറുക്ക് പിന്നെ പപ്പടം താളിപ്പിട്ടോ. താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ചോറിൽ കാണുന്നില്ല, വീഡിയോയിൽ തീരെ കാണുന്നില്ല, ശരിക്കും കുറച്ചൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാനിതാ ഒരു സൈഡിലേക്ക് ഒരു മുട്ടയും വെച്ചിട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? പിന്നെ നിങ്ങൾ പപ്പടം താളിക്കലുണ്ടോ? നിങ്ങൾക്കറിയോ ഇങ്ങനെ താളിക്കാൻ? നിങ്ങളങ്ങനെ കഴിക്കണോലാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ പറയുക, എനിക്ക് പിന്നെ അറിയാനാണ് ഏതൊക്കെ നാട്ടിലുള്ളവരാണ് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.